ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. അമ്പോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഗൈസ് കോട്ടയത്ത് ഒരു നാലുകെട്ട് എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ സ്റ്റേക്കേഷനിലാട്ടോ. കൊള്ളാം, ഇവിടെ അടിപൊളി വൈബാണ്. ഇവിടെ രാവിലെ 4 മണിയായപ്പം 4 മണിക്ക് മുമ്പ് ഇവിടെ ഒരു ആശ എണീറ്റ് 4:15 ആയപ്പോഴേ അമ്പോട്ട് ഉണർന്നിരിക്കുക. ഞാനൊരു 4 മണി 5 മണി ആവാറയപ്പോൾ എണീറ്റ് മൃദുല ദേഹത്ത് ഇന്ന് നമ്മളെ ഷൂട്ടാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇന്ന് നമ്മളൊരു വിഷു ഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി രാവിലെ വന്ന കേട്ടോ. രാവിലെ അല്ല, ആക്ച്വലി ഇന്നലെ വന്നതാണ്. അപ്പോൾ ഇവിടെ രാവിലെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങി. നാണും അമ്പൂട്ടനും നാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. കുളത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടി ഒന്നും കൂടിയൊക്കെ ഫിറ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയൊക്കെ അവൾ ഡ്രസ്സൊക്കെ ഇടുക കേട്ടോ. എല്ലാ പൊക്കപ്പുറത്തൊന്നും ഇറങ്ങാൻ പഠിച്ചേട്ടോ ഈ ചട്ടമ്പി. അപ്പോൾ മൂക്ക് കുത്തി വീഴും, നിരങ്ങുക. അല്ലെങ്കിൽ പിന്നെ ഒന്നും പറയണില്ല. എന്തായാലും ഡ്രസ്സ് ഇപ്പം മാറാനുള്ളേ, കുളിപ്പിച്ച ഡ്രസ്സ് മാറാനുള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് കൃഷ്ണനാവാനുള്ളതാണ്. രാധ ഇല്ല കൈസ്, കൃഷ്ണൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഇത് കുട്ടി കൃഷ്ണനല്ല, അതുകൊണ്ട് രാധ ഇല്ല. നമ്മൾ കൃഷ്ണനായി കണിക്കൊന്നൊക്കെ വെച്ചിന്ന് പൊളിക്കും. അവരുടെ മേക്കപ്പിൻ്റെ ബ്രഷും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അതിലെ ലെൻസൊക്കെ വെച്ച് വയ്യ. കൊള്ളാം കൊള്ളാം. പുലിയ അമ്മ സുന്ദരിയായോ? സുന്ദരിയായോ? ഒറ്റ അടി അടിച്ചു. ഹേ ഗൈസ്, അപ്പോൾ 5 മണിക്ക് തുടങ്ങിയ നമ്മുടെ പരിപാടി ഇത് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണൻ്റെ അമ്മയും റെഡി ആയിട്ടുണ്ട്. കൃഷ്ണൻ ആകെ വഷളായിട്ടിരിക്കുക, മൂഡാഫായിട്ടിരിക്കുക കേട്ടോ. കാരണം 5 മണിക്ക് നീറ്റ് ഉറങ്ങിയില്ല. അപ്പം നമുക്ക് കണ്ടാലോ. 1 2 മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതേ കിളുച്ചേലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടേവ കണി കാണാ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതേ കിളുച്ചേലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടേവ കണി കാണാൻ. കരഞ്ഞിരിക്കും, നോക്കി കണ്ണീര് വന്നിരിക്കുന്നു. അടിപൊളി സെറ്റ് കേസ്. എന്നെ കൂടെ കാണിയതേ. നിന്നെ കാണിക്കുന്നേ, നിന്നെ ആരും നോക്കത്തെ, എന്റെ ചെറുക്കനെ എല്ലാരും നോക്കൂ. എനിക്ക് ആദ്യമായിട്ട് കാണുന്നുണ്ട്. പാന്റ് തറ വിട്ടാണ്ടി പാന്റ് ഒരു രക്ഷയില്ല കേട്ടോ. എടി ഇത് നോർമൽ കൃഷ്ണൻ, ഇത് ചട്ടമ്പി കൃഷ്ണൻ. ഈ ഒരു മൈൻഡ് ഇല്ല. കൃഷ്ണന്റെ മുഖം ഇരിക്കുന്നുണ്ടോ? പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാരും സേ ഹായ് ഗൈസ്. ഈ ഷൂട്ട് ഫുൾ പ്ലാൻ ചെയ്തത് ഞാൻ ചേച്ചി എന്ന് പറയണോ അതോ ശരണ്യ എന്ന് പറഞ്ഞതല്ലോ?
ശരണ്യാണ്. പിന്നെ ഓൾ ഇൻ ഓൾ ചേച്ചിയുണ്ട്. ഡ്രസ് സ്റ്റിച്ച് ചെയ്തതെല്ലാം മിസ് ചേച്ചി. കൂടെ എല്ലാ ഹെൽപ്പിനും അശ്വിനി അശ്വതി ചേച്ചി. പിന്നെ ഇതെല്ലാം പ്രോപ്പർ പ്ലാൻ ചെയ്ത് നമ്മളെ ചേട്ടൻ ബിനി, ശരണ്യയുടെ ഹസ്ബൻഡ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം ഗൈസ്. പിന്നെ നമ്മളെ ക്യാമറമാൻ ടീംസ് എല്ലാരും വന്നിട്ടുണ്ട്. തുടങ്ങല്ലേ ഗൈസ്? കൃഷ്ണ വാ. അതെ, ഞാൻ ഒന്നും മാറിയിട്ടില്ല ഡ്രസ്സ്. ഇത് ഇവരുടെ ആദ്യം കൃഷ്ണന്റെ അമ്മയുടെ ആദ്യം എടുത്തതിന് ശേഷം പിന്നെ എന്റേത്. കൃഷ്ണൻ വീട്ടിൽ മൃദുലയുടെ തുറപ്പാണൊക്കെ. എടാ അമ്പു, എടാ അമ്പു, എടാ അങ്ങനെ ചെയ്തില്ലേ? കൃഷ്ണനെ തൂക്കിയൊക്കെ കൊണ്ടുവരണം. എടാ പാമ്പേഴ്സ് എടുത്താ കൃഷ്ണന്റെ. ഞങ്ങളുടെ ഓടക്കുഴലും കൂടെ ഞാൻ എന്ത് പറ്റിയോ തലമുടിയിലൊന്നും പിടിക്കുന്നില്ല. നമുക്ക് അവിടെ ഒരു സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നൈസ് ആട്ടോ. ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് കോട്ടയൊക്കെ വരുന്ന പക്ഷേ ലൈറ്റൊക്കെ കറക്റ്റ് ആട്ടോ. നല്ല ആംബിയൻസ്, അതുപോലെ ഈ ഒരു ഫില്ലറൊക്കെ ഇവിടെ ഉള്ളത് നല്ല രസമുണ്ട് കാണാൻ. നമ്മോട്ട് നിന്ന് സേവനവരം കേട്ടോ. വേണ്ട ഇതൊക്കെ അവൻ തൂത്തതാ അവിടെ. മൃദുലതേ കാട്ടിലോട്ട് പോയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ. നീ സഹകരിക്കുന്നില്ല കേട്ടോ. രാവിലെ ഇത്ര ശരിയല്ല, കുറച്ചും കൂടി ശരിയാവാണ്ട് കേട്ടോ. കുറച്ചും കൂടി നീ ശരിയാവാണ്ട്. നീ ഇതിന്റെ പോസിങ് അത്ര പോരാ. തലയിൽ മുത്തുമണി ഇട്ടുകൊണ്ട് വന്നിരിക്കവൻ. വേണ്ട തൂക്കുന്നുണ്ടോ? മൊത്തം തൂപ്പം അവിടെ. കണിക്കൊന്നൊക്കെ അറിഞ്ഞാണ് ഇവിടെ മൊത്തം ഇട്ടിട്ടുണ്ട്. പോവാ നമുക്ക് താഴോട്ട് വാ. പറത്ത് കണിക്കൊന്ന പറത്ത്. പൊഴിച്ച് കളയല്ലേ. ഉള്ള 2 പൂ തന്നെ ഇവിടെ നിന്നെങ്ങാണ്ടൊക്കെ അറേഞ്ച് ചെയ്തതാ. അവിടെ അതിന്റെ മോൻ 2-3 പൂ അടിച്ച് കളഞ്ഞ്. നല്ല വൈറ്റ് ആൻഡ് ഗ്രീൻ, നല്ല അടിപൊളി കോമ്പിനേഷൻ. നമ്മൾ ആദ്യം ബ്ലൂ ഉണ്ട് കേട്ടോ. ഇനി ബ്ലൂ ഉണ്ട്. ബ്ലൂ നല്ല രസമായിരിക്കും. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആണുങ്ങളുടെ അടുത്താ പോകുന്ന കൂടുതൽ. അങ്ങനെ അമ്മയുടെ അടുത്ത് അല്ലാണ്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അധികം അടുത്തും പോകത്തില്ല. പക്ഷെ കമ്പനിയായി കേട്ടോ അവിടെ. ചേരടുത്ത് പോവും, ചേരടുത്ത് പോകത്തില്ല. കൃഷ്ണ നിന്റെ രാധ എന്തിയാടാ കൃഷ്ണ? നിന്റെ രാധ എന്തിയേ? നിന്റെ അമ്മച്ചി എന്തിയേ? നിന്റെ കൃഷ്ണന്റെ അമ്മച്ചി എന്തിയേ? നമ്പ് പാവം കേട്ടോ. ഇന്നലെ വെളുപ്പിനെ അവന് മാറി കിടന്നിട്ട് അങ്ങോട്ട് ശരിയായില്ല. ഇവിടെ നിർബന്ധം തറ ഇറങ്ങണം. ഇറങ്ങിപ്പോക്കോ. ഇറങ്ങുന്നില്ലേ ഈ കൃഷ്ണൻ? എന്തൊരു കൃഷ്ണ ഇത്? പേടിത്തുന്ന കൃഷ്ണൻ. കൃഷ്ണന്റെ അമ്മയുടെ ഓണ്ടേ. കൃഷ്ണന്റെ അമ്മ ഓടി വരണേ. കൃഷ്ണന്റെ അമ്മ ഓടി വരണേ. ഇനി ഞങ്ങളിപ്പോ കടങ്ങും. ഇത് നമ്മളിപ്പം കടങ്ങും. ഇനി കടങ്ങ്, ഇനി കടങ്ങ്. ആണോ? ഫോട്ടോ കണ്ട നീ ഒന്നും പറയത്തില്ലേ? വെയിലായി കേട്ടോ. അങ്ങോട്ടൊക്കെ വെയിലായി. അവിടെ ഇവിടെ ഷൂട്ട്, അവിടെ ഷൂട്ട്. കുട്ടി ഏതില്ലത്താണ്? കുട്ടിയെ ആ കുളത്തിലോട്ടങ്ങട്. ഇങ്ങനെയോ? ഇതിപ്പോ ഒരുമാതിരി ഏണാ കോണയായി പോയി. ഇവിടെ പിടിച്ചാട്ടിയാ മതിയോ? ഒരു മിനിറ്റ് സ്ലോ ആവട്ടെ. കൊള്ളാം കേട്ടോടി. മേക്കപ്പ് അടിപൊളി കേട്ടോ. മേക്കപ്പും ഡ്രസ്സും. സീരിയസ് ആയിട്ട് ഉള്ളത്. ക്രഷ് അടിച്ചില്ലേലും കൊള്ളാം. അങ്ങനല്ല, ക്രഷ് അടിച്ച്
കൊള്ളാടി കൊള്ളാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുങ്ങിയപ്പോഴേ പറഞ്ഞില്ലേ ഇഷ്ടപ്പെട്ടു. എനിക്ക് അവനെ കമ്പ്യൂട്ടറിനെ കണ്ടിട്ട് മതി. ഞാൻ അമ്മയെ വിളിച്ച് കാണിച്ചപ്പോ അമ്മ അരിശിക്കുന്നത് ഞാൻ കേട്ടു. അമ്മയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല നല്ല രസമുണ്ട് ഗൈസ്. നിങ്ങൾ എങ്ങനെ ഉണ്ട് താഴെ കമന്റ് കേട്ടോ. അപ്പൊ ഉറങ്ങിയിരുന്നെങ്കിൽ കണ്ണൊക്കെ നല്ലപോലെ എഴുതായിരുന്നു. പക്ഷെ ഉറങ്ങിയില്ല. പിന്നെ ഉറക്കി ഗൈസ്. ദൗത്യം 3 പേർ 3 സംഘം ദൗത്യം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. അതെ, ആരാ പാടിയത്? ആണോ? എനിക്ക് വയ്യ. അമ്പു ഉറങ്ങി. അതിലെ എന്റെ മോൻ ഉറങ്ങി കണ്ടില്ലേ? കൃഷ്ണൻ ചാച്ചി. കൃഷ്ണൻ ഉറങ്ങി. പെണ്ണെ ഉണത്തല്ലേ? അയ്യോ അയ്യോ. മൊത്തം വെയിൽ കേട്ടോ. നമ്മളിപ്പോഴാണ് ഇന്ന് രാവിലെ എണീറ്റിട്ട് ഒരുപാട് നേരം ഉള്ള കണക്ക് മണിക്കൂറുകളായ കണക്ക്. നമ്മൾ 5 മണിക്ക്, ഞാൻ 5 മണിക്ക് എണീറ്റും, മൃദുല 4 മണിക്ക് എണീറ്റാ. ഷൂട്ട് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ചെക്കൗട്ട് ചെയ്യണം. നമുക്ക് എന്തായാലും കാറിലെല്ലാം കയറി കിടന്ന് ഉറങ്ങാൻ കഴിയും. ഇല്ലേ, വേറെ പരിപാടി നടക്കത്തില്ല. കാരണം നമ്മൾ ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെ ഇരിക്കുകയോ ഒറ്റ ഇരിപ്പ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളൂ. 10 മണിയാകാൻ പോകുന്നു. മൃദുല, നിങ്ങൾക്കറിയാം മൃദുല ഇത് പഠിച്ചിട്ടുണ്ട്, ബ്യൂട്ടീഷ്യൻ. ഞാൻ ബ്യൂട്ടീഷ്യനാണ് പഠിച്ചത്, മേക്കപ്പ് അല്ല, മേക്കപ്പ് കോഴ്സ് അല്ല. ജസ്റ്റില് നീ പറഞ്ഞ പോലെ ഫേസ് പാക്ക് ഇടാനും ഫേസ് ഇട്ട് സ്ക്രബ്ബർ ഇട്ട് കഴുകാനും മാത്രമേ ഞാൻ പഠിച്ചുള്ളൂ. ഈ ഫേസിൽ ഓരോരുത്തരെയും സ്കിൻ അനുസരിച്ചല്ലേ ഈ ഫൗണ്ടേഷൻ ചെയ്യുന്നത് അല്ലേ? എനിക്ക് ഫെയർ ടൈപ്പ് വേണം. ഏട്ടൻ നല്ല രസമുണ്ട്, ഇപ്പൊ ഗ്ലോ ആയി ഇവിടെ. എൻ്റെ കുണ്ടും കുഴിയൊക്കെ നികത്തി. എനിക്കാണെങ്കിൽ നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട് കണ്ണിനടിയിൽ, നല്ല രീതിയിലുണ്ട്. സ്കിൻ കെയർ ചെയ്യൂല, ഞാൻ പിടിച്ചു വന്നിരുത്തിയാലും ചെയ്യൂല. കൃഷ്ണ നല്ല ഉറക്കമാ. കൃഷ്ണ കിറങ്ങി, കൃഷ്ണ ഉറങ്ങി ചാഞ്ഞു. നല്ല ആക്റ്റീവ് ആയിരിക്കും. മനോഹരി രാധേ രാധേ മുരാരീന്ദിവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ കണ്ണേ ഇണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ടു മോളി പൊന്നേ മനസ്സിന്റെ ഉരികളിലൂറിയ സുഖനവനീതം പകരാനില്ല കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഉരുത്തൂ കാണാതെ ഓരവും കണ്ണ് കൊള്ളയിരിക്കും കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഉരുത്തൂ കാണാതെ ഓരവും കണ്ണ് കൊള്ളയിരിക്കും. കണ്ണാനൊക്കെ പിടിച്ചോണ്ട് ആരായി വരുന്നേ ഗൈസ്? അപ്പം കോസ്റ്റ്യൂം നമ്പർ 2 അല്ല, എന്റെ ഫസ്റ്റ്, മൃദുലയുടെ 2. എങ്ങനെയുണ്ട് ഗൈസ്? നമ്മള് ബ്ലൂ, ഇത് നേവി ബ്ലൂ അല്ലല്ലോ, ബ്ലൂ അല്ലേ? റോയൽ ബ്ലൂ. യെസ്, റോയൽ ബ്ലൂ കളറാണ്. നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അമ്പൂട്ടനെ കൂടി ഒന്ന് ഉറങ്ങിയെന്ന് എണീറ്റ് കഴിഞ്ഞാൽ അവനായിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം. അമ്പു ഉറങ്ങിപ്പോയി, വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവൻ്റെ ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാ ഇന്നത്തെ ഷൂട്ടില്ലല്ലേ. എനിക്കും തോന്നി നമ്മളെ ലുക്ക് ശരിയാണെങ്കിൽ നമ്മൾ കോൺഫിഡന്റ് ആണ്. ശരിയാണ്, അതുപോലെ തന്നെ ഫിറ്റ്. അത് മാത്രമല്ല, നിനക്ക് പലപ്പോഴും ഫിറ്റ് ആവാറില്ലേ ഡ്രസ്സ്? മെഷർമെന്റ് കൊടുത്തില്ല. മീഡിയം എന്ന് പറഞ്ഞു, മീഡിയം സൈസും പറഞ്ഞു, മീഡിയം സൈസും പറഞ്ഞു. ഇന്നലെ വന്നിട്ട് പോലും കൈയുടെ ലെങ്ത് ഒന്നും എടുത്തില്ല, പക്ഷെ അടിപൊളി. ഞാൻ ഹാപ്പിയാ. എല്ലാം കൊള്ളാം, ലൊക്കേഷൻ കൊള്ളാം, മേക്കപ്പ്, ഡ്രസ്സ്, പിന്നെ അമ്പു ഉറങ്ങുന്ന വലിയ വാശി നിർബന്ധമൊന്നുമില്ല. പിന്നെ നീയും ഉണ്ട്, നഖമുണ്ട്, നഖം വെച്ച് ഉള്ളതല്ലേ എന്റെ പൊന്നു എന്തോന്നത്. അയ്യോ, ഇനിയിപ്പോ അടിപൊളിയായില്ലേ? രാത്രി അടി ഒറ്റ പിടി പിടിച്ച ഒടിഞ്ഞിരിക്കും കേട്ടോ കയ്യില്. നമ്മളെ ക്യാമറമാൻ ചേട്ടന്മാര് ലൈറ്റൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്കിരുന്ന് നമ്മളെ ഇത് കൃഷ്ണന്റെ കണ്ണ് പൊത്തിയിട്ട് കണ്ണ് എടുക്കുമ്പോ അമ്പുവിന്റെ മുഖം, അതാണ് നമ്മുടെ ട്രാൻസിഷൻ. അങ്ങനല്ല, പിന്നെ നീ ഇവിടെ നിക്കണം, വേറൊരാള് ക്യാമറയും കൊണ്ടുവന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുമ്പോ കൃഷ്ണൻ മാറി അമ്പുവായിരിക്കണം. ഓ, ബ്രില്യൻസ് ഓഫ് ദി ഡയറക്ടർ മൃദുല മുരുകൻ. ഇത് മാജിക് മഷ്റൂമോ? പണ്ടൊക്കെ ഇങ്ങനെ കാണാമായിരുന്നു കൂൺ, ഇപ്പോഴൊന്നും കാണുന്നില്ല.
അങ്ങനെ ഉണ്ടോ? പൊല്യൂഷൻ ഉള്ളിടത്ത് പൊല്യൂഷന്റെ അല്ല. ഓ, പൊല്യൂഷൻ ഉള്ളിടത്തല്ലടാ, ഇത് നനവുള്ളിടത്ത് ഈർപ്പുള്ളിടത്ത് കളിക്കും. എല്ലായിടത്തും പിടിക്കത്തില്ല അല്ലേ? എന്താടാ നല്ല ചേരുന്നതേ കളർ. ഞാൻ തന്നെ കണ്ടുവിട്ടതിന്റെ കറക്റ്റ് ഒരു കല്യാണ ചെറുക്കന്റെ ലുക്കടാ നിനക്ക്. ഫുൾ എടുക്കണോ? ഒരു ഡാൻസ് ഒക്കെ കാച്ചി കേട്ടോ. വെയിലെന്നൊക്കെ പറഞ്ഞ ഒരു അപ്പോഴത്തേക്ക് അമ്പൂട്ടൻ ഇവിടെ റെഡിയായി. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ പുടുക്കത്തെ വെയില. പുഴുങ്ങും, നമ്മക്കേ പറ്റണല്ലോ. പിന്നെ കുഞ്ഞിന്റെ കാര്യം ഈ ചൂടത്ത് ഈ കമ്പിളി കണക്കത്തെ കമ്പിളി അല്ലേ ഒരുമാതിരി മെറ്റീരിയൽ അല്ലേ ഇത്. ചട്ടി കൂടെയില്ലേ? എങ്ങനെയുണ്ട് ഗൈസ്? നൈസ് അല്ലേ? അമ്മൂന് ഉറക്കവും വരുന്നത് എനിക്ക് കൊണ്ട് ക്ഷീണം കേട്ടോ അല്ലേ? ഈ കൊട്ട വെയിലത്തിൽ ഒരു ഡാൻസ് കളിച്ചു കേട്ടോ. നമ്മളെല്ലാരും റെക്കമെൻഡ് ചെയ്തൊരു പാട്ടായിരുന്നു, മറ്റേ പവിഴമല്ലി കളിക്കാനായിട്ട്. അതിന്റെ ഒരു പോർഷൻ കളിച്ച്. അമ്പു ഉണ്ട് അതിനകത്ത് ഡാൻസ്. ഏതാണ്ട് ഒരു 1/2 മണിക്കൂർ എടുത്തത് എടുക്കാൻ. കാരണം വെയിലായതുകൊണ്ടാ ബുദ്ധിമുട്ട്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഇനി മേക്കപ്പ് ചെയ്തത് ഒലിച്ചു പോവാ. കറക്റ്റ് സെറ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. അമ്പൂട്ടി ഇതാരാ ഇത്? വീടല്ലേ? അപ്പൊ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഒടുക്കത്തെ വെയിലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വെയിലത്തും പക്ഷെ ഒരുപാട് പോയില്ല. അപ്പൊ എനിക്ക് മൃദുലയുടെ ഞാൻ നേരത്തെ പറഞ്ഞു അടിപൊളിയായിരുന്നു. മൃദുല സൂപ്പർ ആയിരുന്നു, 2 ലുക്കും. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും മൃദുലയുടെ ID കയറി നോക്കിയാൽ മതി ബാക്കി ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു എൻ്റെ ഓഡിയൻസിന് ഇവരുടെ വർക്ക്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മൃദുലയുടെ മേക്കപ്പ്. ഞാൻ എപ്പോഴും നമ്മളുടെ അന്ന് ഒക്കെ ചിലപ്പോൾ ചെയ്യുമ്പോൾ ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട് മൃദുലയുടെ ഫേസിൽ ഒരുപാട് ചേഞ്ച് ചെയ്യല്ലേ, അവളെ ഫേസേ മാറിപ്പോ ഒരുപാട് മേക്കപ്പ് ചെയ്യല്ലേന്ന്. പക്ഷെ ഇന്ന് ഒന്നും മാറിയിട്ടില്ല. അടിപൊളിയായിട്ട് ഞാൻ അടിപൊളിയായി. അപ്പൊ അത് കണക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം താങ്ക് യു. അപ്പൊ ഇനി ട്രിവാൻഡ്രം ഒക്കെ വരണം, പൊളിക്കണം നമുക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആദ്യമായിട്ട് ഇങ്ങനെ നിങ്ങൾ കുറച്ച് സെലിബ്രിറ്റീസ് നമ്മുടെ അടുത്ത് സംസാരിച്ച് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? തോന്നിയിട്ടില്ല, പക്ഷെ അതാണല്ലോ നമ്മുടെ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും. പക്ഷെ ഭയങ്കര കമ്പനി ആയിരുന്നു. എനിക്ക് നല്ല കംഫർട്ട്. അല്ല വേറെ കാര്യം കൊടുത്ത് അവനെ നോക്കി അവനെ ഉറക്കി. അതെ എല്ലാം സെറ്റാണ്. കൊണ്ടുപോവാ. അപ്പൊ ഓക്കെ. പിന്നെ നമ്മുടെ ക്യാമറ ടീം പോയോ? ക്യാമറ കാണിക്കുന്നത് പൊക്കളഞ്ഞു. അപ്പൊ ഓക്കെ. അപ്പൊ നമ്മൾ ഇറങ്ങും, നമ്മളും പാക്ക് ചെയ്യാണ്. ബൈ. അപ്പൊ ഞാൻ അടുത്ത ഷൂട്ടിന് കാണാം അല്ലേ? നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇറങ്ങി കേട്ടോ, ഡ്രസ്സൊക്കെ മാറി. വണ്ടി എന്റെ ഒരു വെയിലത്ത് കിടക്കുമായിരുന്നു കേട്ടോ, കയറിയതും പുഴുങ്ങി. അപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, എങ്ങോട്ടെങ്കിലേക്ക് പോവുകയാണ്. നമ്മൾ ഇങ്ങനെ പ്ലെയിൻ റോഡ് പിടിച്ച് പോവുക അല്ലേ മൃദുലേ? അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കണം, നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടിപൊളി ഷൂട്ടായിരുന്നു കേട്ടോ അല്ലേ മൃദുലേ? അതെ നല്ല നല്ല. ഇപ്പൊ ആ ഫേസ് മാറി നോക്ക്. അല്ല മേക്കപ്പ് ഒക്കെ പോയപ്പോഴേ നോർമലായി. പെട്ടെന്ന് മേക്കപ്പ് കണ്ടിട്ട് പെട്ടെന്ന് എന്തോ വേണം. നിങ്ങൾക്ക് 1000 നന്ദിയുണ്ട്. ഈ ചൂടത്ത് ഇതെല്ലാം സഹകരിച്ചു. അച്ഛന്റെ പൊണ്ണിങ്ങ. അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോ എല്ലാരും എങ്ങനെ ഉണ്ടെന്ന് പറയണം ഗൈസ്. ആരാണ് ഏറ്റവും ക്യൂട്ടെന്ന്? ഞാനും ഒമ്പുമായിരിക്കും. ആ കളർ ബ്ലൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹോൺ അടിക്കാരടാ, ചവിട്ടി കയറുന്നത്. ഇത് BYD പോലെ തിരിയൂല കേട്ടോ പുള്ളിക്ക്, പാടാ. എന്നാലും എന്നാലും തിരികെ നോക്ക്. ഇത് ഭയങ്കര കട്ടിയാ.
സോ ഗൈസ് അപ്പോ ഷൂട്ട് എങ്ങനെ ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാം. നമ്മളങ്ങനെ എപ്പോഴും ഇന്നേ വരെ ഷൂട്ട് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. പിന്നെ അവരും ഭയങ്കര കംഫർട്ടായിരുന്നു, നമുക്ക് കുഞ്ഞിനെയൊക്കെ എടുത്തോണ്ട് കിടന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു ഹോംലി ഫീൽ. അതെ അതെ, ആ സത്യം, ഒരു ഫ്രണ്ട്സ് കൂടിയ ഒരു വൈബായിരുന്നു കുറച്ച് നേരത്തേക്ക്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാം. നമ്മുടെ ഷൂട്ടൊക്കെ വിഷു ഒക്കെ അടിച്ച് പൊളിക്കുക. അപ്പൊ വെക്കേഷനൊക്കെ ആണ്, എല്ലായിടത്തും കറങ്ങുക, പൊളിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഹോപ്പി ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള റെഡി കാണുന്നവരെ ബൈ. അപ്പൊ ഹാപ്പി വിഷു.